2017 ജനുവരി 23 ഒരു സാധാരണ തിങ്കളാഴ്ച വൈകുന്നേരം കോട്ടയം കുമരകത്തെ പള്ളിച്ചിറയിൽ നിന്നും ഒരു ദമ്പതികൾ പുറത്തേക്കിറങ്ങുന്നു. 10 മിനിറ്റിനുള്ളിൽ മടങ്ങി വരാമെന്ന് വീട്ടുകാരോട് പറഞ്ഞവർ പക്ഷേ പിന്നീട് ഒരിക്കലും തിരിച്ചെത്തിയിട്ടില്ല. ഹാഷിമും ഭാര്യ ഹബീബയും ഇവരുടെ കാറും എങ്ങോട്ട് മറഞ്ഞു? 7 വർഷങ്ങൾക്കിപ്പുറം ഉത്തരം കിട്ടാത്ത ആ വലിയ ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് അൺഫിൽറ്റർഡ് ട്രാക്സ് പരിശോധിക്കുന്നത്. കുമരകം സ്വദേശിയായ ഹാഷിമും ഭാര്യ ഹബീബയും വൈകുന്നേരം ഏകദേശം 7 മണിയോടെയാണ് ഭക്ഷണത്തിനായി കാറിൽ പുറപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന മക്കളോട് ഉടനെ വരാമെന്ന് പറഞ്ഞായിരുന്നു യാത്ര. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം. യാതൊരുവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കുടുംബ പ്രശ്നങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി 10 മണി കഴിഞ്ഞിട്ടും അവർ തിരിച്ചെത്താത്തതോടെ ബന്ധുക്കൾ അന്വേഷണം തുടങ്ങി. ആദ്യം ഫോൺ ലൊക്കേഷൻ വെച്ചാണ് അന്വേഷണം ആരംഭിച്ചത്. ഹാഷിമിൻ്റെയും ഹബീബയുടെയും മൊബൈൽ ഫോണുകൾ അന്നേ ദിവസം രാത്രി 9 മണിയോടെ സ്വിച്ച് ഓഫായി. അവസാന സിഗ്നൽ ലഭിച്ചത് കുമരകത്തിനടുത്തുള്ള ടവർ പരിശോധനയിൽ നിന്നാണ്. ഇവരുടെ കാർ, ഇവർ യാത്ര ചെയ്തിരുന്ന ഗ്രേ നിറത്തിലുള്ള വാഗണാർ കാർ KL5 AU 7333 കണ്ടെത്താൻ പോലീസും നാട്ടുകാരും കഠിന ശ്രമം നടത്തി. മൂന്നാമത്തെ തെളിവായിരുന്നു CCTV. ആ കാലഘട്ടത്തിൽ കുമരകം മേഖലയിൽ CCTV ക്യാമറകൾ കുറവായിരുന്നു. ഉള്ളവയിൽ ദൃശ്യങ്ങൾ ലഭിച്ചതുമില്ല. ഈ കേസിൽ പ്രധാനമായും 3 സാധ്യതകളാണ് പോലീസ് പരിശോധിച്ചത്. 1. അപകടം. രാത്രിയിൽ നിയന്ത്രണം വിട്ട് കാറ് കായലിലേക്ക് മറിഞ്ഞിട്ടുണ്ടാകാം. നേവിയിലെ മുങ്ങൽ വിദഗ്ധന്മാരെ ഉപയോഗിച്ച് കുമരകം കായലിലും സമീപത്തെ തോടുകളിലും മാസങ്ങളോളം തിരച്ചിൽ നടത്തി. എന്നാൽ കാറിൻ്റെ ഒരു ഭാഗം പോലും കണ്ടെത്താനായില്ല. രണ്ടാമത്തേത് ഒളിച്ചോട്ടം. തനിയെ മാറി താമസിക്കാൻ തീരുമാനിച്ചതാണോ? എന്നാൽ അവരുടെ പാസ്പോർട്ടും വീട്ടിലുണ്ടായിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിച്ചിട്ടില്ല. ഇത് ആ സാധ്യതയെ തള്ളിക്കളയുന്നു. ആരെങ്കിലും അപായപ്പെടുത്താനുള്ള സാധ്യതകൾ. ആരെങ്കിലും ഇവരെ അപായപ്പെടുത്തി കാറടക്കം എവിടെയെങ്കിലും ഒളിപ്പിച്ചതാണോ? ക്രൈംബ്രാഞ്ചിൻ്റെ അടക്കം അന്വേഷിച്ചിട്ടും ഇതുവരെ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഹാഷിമിനും ഹബീബയ്ക്കും എന്ത് സംഭവിച്ചു എന്നത് ഇന്നും കേരള പോലീസിന് ഒരു കീറാമുട്ടിയാണ്. സാങ്കേതിക വിദ്യ ഇത്രയും വളർന്ന കാലത്തും ഒരു കാറ് പോലും കണ്ടെത്താൻ കഴിയാത്തത് വലിയൊരു പരാജയമായി പലരും ചൂണ്ടിക്കാട്ടുന്നു. ഒരു പക്ഷേ കായലിൻ്റെ ആഴങ്ങളിൽ എവിടെയെങ്കിലും ആ കാർ ഉണ്ടാകുമോ? അതോ അവർ ഇന്നും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.